മകളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് നിസ്സാരമാണെന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? എത്രയോ കാലങ്ങളായി ഈ 3 മിനിറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മകനല്ലേ നീ, മകളല്ലേ നീ? നിന്റെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് നിന്റെ കയ്യിൽ കർത്താവ് കൊണ്ടുതരും. അതിന് ഈശോ നമ്മോട് സംസാരിക്കുന്ന വചനം കേൾക്കണ്ടേ? ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം 21-ാം വാക്യം ശ്രദ്ധിക്കണേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഇതൊരു അത്ഭുത വാക്യമാണ് കേട്ടോ. ഇതൊരു അനുഗ്രഹം, ഇതൊരു അഭിഷേകം കൊണ്ട് തരുന്ന വചനമാണ്. മൂശയുടെ വിക്കിലൂടെയല്ലേ ദൈവത്തിന്റെ ശക്തി പ്രകടമായത്, പ്രവാചകനായി മാറിയത്? വിശുദ്ധ പൗലോസ്ലീഹായ്ക്ക് തന്റെ മുള്ളുകളല്ലേ കൃപകളായി മാറിയത്? ജോബിന് തന്റെ വേദനകളല്ലേ അനുഗ്രഹമായി കൃപകളായി മാറിയത്? അതുകൊണ്ട് എന്റെ പ്രിയം നിറഞ്ഞ എല്ലാ മക്കളോടുമായിട്ട് ഈ വചനം ഉച്ചത്തിൽ നീ പ്രഘോഷിക്കുക. വചനം കേട്ടാൽ പോരാ, പ്രഘോഷിക്കണം. അത്ഭുതം നടക്കും എന്നുള്ളതല്ല, കൃപകൾ വന്ന് നിറയും. എങ്ങനെ പറയണം? കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഇത് കേൾക്കുമ്പോൾ മാലാഖമാർ, ഇത് കേൾക്കുമ്പോൾ സ്വർഗത്തിന്റെ കിളിവാതി തുറന്ന് വിശുദ്ധന്മാർ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരും. ഒരുപക്ഷെ നീ വിഷാദിച്ച് നിൽക്കുന്നവളോ ആയിരിക്കാം, വേദനിച്ച് കഷ്ടപ്പെടുന്നവനായിരിക്കാം, കരഞ്ഞ് കണ്ണുനീരുകൊണ്ട് കിടക്കയും കുടുംബവും നിറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്നാൽ നീ തകർന്നു നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് ഈശോ കടന്നു വരും. അവരോട് പറയണം, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.